നമസ്കാരം, മീഡിയ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അമൃത. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. അവണിശ്ശേരി ആനക്കല്ലിൽ കുടുംബ വഴക്കിനിടെ ഭർത്താവ് ഭാര്യയെ കൊലപ്പെടുത്തി. തൃത്താമരശ്ശേരി ക്ഷേത്രത്തിന് സമീപം കുന്നത്ത് വളപ്പിൽ വീട്ടിൽ ശിവപ്രസാദിന്റെ ഭാര്യ 30 വയസ്സുള്ള ഉണ്ണിമായയാണ് കൊല്ലപ്പെട്ടത്. ചിറക്കലിൽ ടൈൽസ് കട്ടിങ്ങിനിടെ ഷോക്കേറ്റ് തൊഴിലാളി മരിച്ചു. ചിറക്കൽ മാട്ടുമ്മൽ സ്വദേശി പൈപ്പോത്ത് വീട്ടിൽ 34 വയസ്സുള്ള നിഖിൽ ബാബു ആണ് മരിച്ചത്. തൃശൂർ മുടിക്കോട് മേൽപ്പാതയിൽ കാറുകൾ കൂട്ടിയിടിച്ച് അപകടത്തിൽ ഒരു കാർ തലക്കീഴായി മറിഞ്ഞു. വാർത്തകൾ വിശദമായി. അവണിശ്ശേരി ആനക്കല്ലിൽ കുടുംബ വഴക്കിനിടെ ഭർത്താവ് ഭാര്യയെ കൊലപ്പെടുത്തി. തൃത്താമരശ്ശേരി ക്ഷേത്രത്തിന് സമീപം കുന്നത്ത് വളപ്പിൽ വീട്ടിൽ ശിവപ്രസാദിന്റെ ഭാര്യ 30 വയസ്സുള്ള ഉണ്ണിമായയാണ് കൊല്ലപ്പെട്ടത്. വ്യാഴാഴ്ച രാവിലെ 8:30യോടെയാണ് കൊലപാതകം നടന്നത്. തൃശൂരിലെ സ്വകാര്യ സ്ഥാപനത്തിൽ ജീവനക്കാരിയായിരുന്നു ഉണ്ണിമായ. ജോലിക്ക് പോകുന്നതിന് മുൻപ് ഭർത്താവ് ശിവപ്രസാദുമായി വഴക്ക് നടന്നിരുന്നതായി പറയുന്നു. പിന്നീട് ഭർത്താവിന്റെ അമ്മയും മറ്റും വന്ന് നോക്കിയപ്പോഴാണ് ഉണ്ണിമായയെ മുറിക്കുള്ളിൽ ചലനമറ്റ നിലയിൽ കണ്ടെത്തിയത്. ഉടൻ തന്നെ നാട്ടുകാരുമായി ചേർന്ന് തൃശൂർ ജില്ലാ ജനറൽ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിച്ചിരുന്നു. സംഭവത്തിന് പിന്നാലെ വീട്ടിൽ നിന്ന് രക്ഷപ്പെട്ട ഭർത്താവ് ശിവപ്രസാദിനെ നെടുപുഴ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ചിറക്കലിൽ ടൈൽസ് കട്ടിങ്ങിനിടെ ഷോക്കേറ്റ് തൊഴിലാളി മരിച്ചു. ചിറക്കൽ മാട്ടുമ്മൽ സ്വദേശി പൈപ്പോത്ത് വീട്ടിൽ 34 വയസ്സുള്ള നിഖിൽ ബാബു ആണ് മരിച്ചത്. ബുധനാഴ്ച വൈകിട്ട് 4:30യോടെയാണ് സംഭവം. ചിറക്കൽ സെന്ററിന് സമീപത്തെ കെട്ടിടത്തിൽ ടൈൽസ് വിരിക്കുന്ന പണി നടക്കുന്നതിനിടയിലായിരുന്നു അപകടം. ഒപ്പമുണ്ടായിരുന്ന മറ്റൊരു തൊഴിലാളി പുറത്തുപോയ സമയത്താണ് അപകടമുണ്ടായതെന്ന് പറയുന്നു. ടൈൽസ് കട്ടിങ്ങിനിടെ മെഷീനിൽ നിന്ന് ഷോക്കേൽക്കുകയായിരുന്നു. ഷോക്കേറ്റ നിഖിൽ ബാബുവിനെ ഉടൻ തന്നെ ചേർപ്പിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. തൃശൂർ മുടിക്കോട് മേൽപ്പാതയിൽ കാറുകൾ കൂട്ടിയിടിച്ച് അപകടത്തിൽ ഒരു കാർ തലക്കീഴായി മറിഞ്ഞു. വ്യാഴാഴ്ച പുലർച്ചെയാണ് മുടിക്കോട് മേൽപ്പാതയിൽ കാറുകൾ തമ്മിൽ കൂട്ടിയിടിച്ചത്. ഇടിയുടെ ആഘാതത്തിൽ ഒരു കാർ തലകീഴായി മറിയുകയായിരുന്നു. അപകടത്തിൽ പരിക്കേറ്റ കാർ യാത്രികരെ തൃശൂരിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പരിക്കേറ്റവരിൽ ആരുടെയും നില ഗുരുതരമല്ല. അപകടം നടന്നയുടൻ ദേശീയപാത റിക്കവറി വിഭാഗം സ്ഥലത്തെത്തി ഗതാഗത തടസ്സം ഒഴിവാക്കി. വെങ്ങിണിശ്ശേരി അഡാപ്റ്റ് സൊസൈറ്റിയിൽ ചെങ്ങാത്ത കളരി ക്യാമ്പ് 9 ദിവസം പിന്നിട്ടു. പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികളാണ് ക്യാമ്പിൽ പങ്കെടുക്കുന്നത്. ഡൽഹി RK സ്വാമി ലിമിറ്റഡ് കമ്പനിയിലെ മുൻ ഉദ്യോഗസ്ഥൻ രവി T കൃഷ്ണൻ 9ാം ദിനത്തിൽ അതിഥിയായി. പ്ലേ തെറാപ്പി, പ്രകൃതിയെ മനസ്സിലാക്കാൻ പ്രകൃതി നടത്തം, കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും നാടക കളരി എന്നിവയും ക്യാമ്പിന്റെ 9ാം ദിവസം നടന്നു. 10 ദിവസം നീണ്ടു നിൽക്കുന്നതാണ് ചെങ്ങാത്ത കളരി ക്യാമ്പ്. മുണ്ടത്തിക്കോട് വെടിക്കെട്ടുപുര സ്ഫോടനത്തിൽ പരിക്കേറ്റിട്ടും സത്യസന്ധത കൈവിടാതെ സഹായി ഹരി മതിലകം. ഹരിക്ക് ആദരമായി സ്കൂട്ടർ സമ്മാനിച്ച് പ്രവാസി. മുണ്ടത്തിക്കോട് വെടിക്കെട്ടുപുര ദുരന്തത്തിന് പിന്നാലെ E.T. ടൈസൺ MLA ആണ് തന്റെ ഫേസ്ബുക്ക് പേജിലൂടെ ഹരി മതിലകത്തെക്കുറിച്ച് പൊതുസമൂഹത്തെ അറിയിക്കുന്നത്. വെടിക്കെട്ട് നിർമ്മാണ ജോലിക്ക് സഹായിയായി പോകാറുള്ളതാണ് മതിലകം തൃപ്പേക്കുളം സ്വദേശിയായ ഹരി. മുണ്ടത്തിക്കോട് വെടിക്കെട്ടുപുര സ്ഫോടനത്തിൽ ഹരിയും അകപ്പെട്ടിരുന്നു. സ്ഫോടനത്തിൽ ഹരിയുടെ കാലിൽ കമ്പി തുളഞ്ഞുകയറി പരിക്കേറ്റിരുന്നു. ശരീരത്തിന്റെ പല ഭാഗങ്ങളിലായി പൊള്ളലേൽക്കുകയും ചെയ്തു. തൃശൂർ മുളങ്കുന്നത്കാവ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലായിരുന്നു ചികിത്സ. ചികിത്സയിലിരിക്കെ ഹരി മതിലകത്തെ E.T. ടൈസൺ MLA സന്ദർശിച്ചിരുന്നു. അപകടത്തിനിടെ കരാറുകാരനായ സതീശനെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചതും അദ്ദേഹത്തിന്റെ മാലയും മൊബൈൽ ഫോണും തിരിച്ചേൽപ്പിച്ച വിവരവും MLAയോട് ഹരി മതിലകം പങ്കുവച്ചിരുന്നു. അപകടത്തിൽ പരിക്കേറ്റ ഹരിയുടെ ബൈക്ക് കത്തി നശിച്ചിരുന്നതാണ്. ഹരി പറഞ്ഞ കാര്യങ്ങൾ MLA ഫേസ്ബുക്കിലൂടെ പങ്കുവച്ചു. ഇക്കാര്യം അറിഞ്ഞാണ് പ്രവാസിയായ അന്തിക്കാട് സ്വദേശി വസിഷ്ഠൻ ഹരി മതിലകത്തെ ആദരിക്കാൻ തീരുമാനിച്ചത്. മതിലകം ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് സമീപം നടന്ന ചടങ്ങിൽ E.T. ടൈസൺ MLA പ്രവാസിയുടെ ആദരവായി സ്കൂട്ടർ സമ്മാനിച്ചു. ഹരിക്കൊപ്പം പ്രവാസി പ്രതിനിധിയായ പ്രത്യൂഷിനെയും ചടങ്ങിൽ ആദരിച്ചു. മതിലകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുമതി സുന്ദരൻ അധ്യക്ഷയായി.
വൈസ് പ്രസിഡന്റ് PM ആൽഫ, എടവിലങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MR കൈലാസൻ, മതിലകം ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ഹസീന റഷീദ്, PP പ്രസീദ, മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം PK റഫീഖ്, പഞ്ചായത്ത് അംഗങ്ങളായ ഷൈൻ പള്ളത്ത്, ജോസ് മഞ്ഞളി, KH യാസർ, രതി ഗോപിനാഥ്, ചിഞ്ചു അനീഷ്, RM ജലീൽ, പഞ്ചായത്ത് സെക്രട്ടറി KS രാംദാസ് ഗോപി, അമീർ എന്നിവർ സംസാരിച്ചു. റാവു ബഹദൂർ VV ഗോവിന്ദൻ സ്മാരക സമാജത്തിന്റെ ആഭിമുഖ്യത്തിൽ KV സുധാംശു മോഹന്റെ മരണത്തിൽ അനുശോചന യോഗം സംഘടിപ്പിച്ചു. സമാജത്തിന്റെ ദീർഘകാല പ്രസിഡന്റായിരുന്നു KV സുധാംശു മോഹൻ. മികച്ച ഭാഷാ അധ്യാപകൻ, ഗായകൻ, അഭിനേതാവ്, സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകൻ എന്നീ നിലകളിൽ പ്രതിഭ തെളിയിച്ച വ്യക്തിയാണ് സുധാംശു മോഹൻ മാസ്റ്റർ എന്ന് യോഗം അനുസ്മരിച്ചു. കയ്പമംഗലം ഫിഷറീസ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലായിരുന്നു അനുസ്മരണം. സമാജം പ്രസിഡന്റ് PT രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ET ടൈസൺ MLA, KB അനിൽകുമാർ, മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TV സുരേഷ് ബാബു, സംവിധായകൻ KB മധു, പ്രതാപൻ നെല്ലിക്കത്തറ, TK മീരാബായി, AV വാട്സൺ, A പവിഴം, MD സന്തോഷ്, ഫിലോമിന, ജയശ്രീ, അനിൽ കിള്ളിക്കുളങ്ങര, KV തമ്പി, ശശി പള്ളത്ത്, ഗോപി പോണത്ത് എന്നിവർ സംസാരിച്ചു. ഇരിങ്ങാലക്കുട രൂപതയ്ക്ക് കീഴിലുള്ള പെരിഞ്ഞനം ശാലോം സദൻ 10ാം വാർഷികം ആഘോഷിച്ചു. കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ ചടങ്ങിൽ അരങ്ങേറി. ഇരിങ്ങാലക്കുട രൂപത മെത്രാൻമാർ പോളി കണ്ണൂക്കാടൻ വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തു. ഇരിങ്ങാലക്കുട രൂപത വികാരി ജനറൽ ഫാദർ വിൽസൺ ഈരത്തറ അധ്യക്ഷനായി. മദർ സുപ്പീരിയർ സിസ്റ്റർ ലിസറ്റ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. ET ടൈസൺ MLA മുഖ്യപ്രഭാഷണം നടത്തി. ശാലോം സദൻ ഡയറക്ടർ ഫാദർ സെബാസ്റ്റ്യൻ നടവരമ്പൻ, ഇടുക്കി പ്രൊവിൻഷ്യൽ സുപ്പീരിയർ ഡോക്ടർ സിസ്റ്റർ ടെസ്ലിൻ കൂനമ്പാറയിൽ, ശാലോം സദൻ ചാപ്ലൈൻ ഫാദർ അരുൺ തെക്കിനേത്ത്, മതിലകം സെയിന്റ് ജോസഫ് ലാറ്റിൻ പള്ളി വികാരി ഫാദർ ജോൺസൺ റോച്ച, പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TK രാജു, 5ാം വാർഡ് മെമ്പർ KC രവീന്ദ്രൻ, മതിലകം സെയിന്റ് ജോസഫ് സിറിയൻ പള്ളി കൈക്കാരൻ ലോറൻസ് തെക്കേ പിടികയിൽ എന്നിവർ സംസാരിച്ചു. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ നടന്നു. കയ്പമംഗലത്ത് വീട്ടുമുറ്റത്തെ വലയിൽ കുടുങ്ങിയ നിലയിൽ മൂർഖൻ പാമ്പ്. കയ്പമംഗലം കമ്പനിക്കടവിന് സമീപം വളവത്ത് സുനിൽകുമാറിന്റെ വീട്ടുമുറ്റത്താണ് മൂർഖൻ പാമ്പിനെ കണ്ടെത്തിയത്. സുനിൽകുമാറിന്റെ വീട്ടുമുറ്റത്ത് കൂട്ടിയിട്ടിരുന്ന മത്സ്യബന്ധന വലയിൽ കുടുങ്ങിയ നിലയിലായിരുന്നു മൂർഖൻ പാമ്പ്. വിവരമറിഞ്ഞ ചാലക്കുടി ഫോറസ്റ്റിന് കീഴിലെ റാപ്പിഡ് റെസ്പോൺസ് ടീം അംഗമായ അൻസാർ കുളിമുട്ടം സ്ഥലത്തെത്തി പാമ്പിനെ പിടികൂടി. വലയിൽ നിന്ന് പുറത്തെടുത്ത മൂർഖൻ പാമ്പിനെ പിന്നീട് ഫോറസ്റ്റ് അധികൃതർക്ക് കൈമാറും. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 13,940 രൂപ, പവന് 1,11,520 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട, ചെറുശ്ശേരി. ഫോൺ 9539080053. അവണിശ്ശേരി ആനക്കല്ലിൽ കുടുംബ വഴക്കിനിടെ ഭർത്താവ് ഭാര്യയെ കൊലപ്പെടുത്തി. തൃത്താമരശ്ശേരി ക്ഷേത്രത്തിന് സമീപം കുന്നത്ത് വളപ്പിൽ വീട്ടിൽ ശിവപ്രസാദിന്റെ ഭാര്യ 30 വയസ്സുള്ള ഉണ്ണിമായയാണ് കൊല്ലപ്പെട്ടത്. ചിറക്കലിൽ ടൈൽസ് കട്ടിങ്ങിനിടെ ഷോക്കേറ്റ തൊഴിലാളി മരിച്ചു. ചിറക്കൽ മാട്ടുമ്മൽ സ്വദേശി പൈപ്പോത്ത് വീട്ടിൽ 34 വയസ്സുള്ള നിഖിൽ ബാബുവാണ് മരിച്ചത്. തൃശൂർ മുടിക്കോട് മേൽപ്പാതയിൽ കാറുകൾ കൂട്ടിയിടിച്ച് അപകടത്തിൽ ഒരു കാർ തലക്കീഴായി മറിഞ്ഞു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.